നമ്മൾ യു കെന്ന് യൂറോപ്പിലേക്കൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോഴേ നമ്മൾ യു കെയിലെ GHIC കാർഡ്, ഗ്ലോബൽ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആൾക്കാർക്കൊന്നും മുഴുവനായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. അതെന്താണ് സംഭവം നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ യൂറോപ്പിലേക്കൊക്കെ ട്രാവൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ എമർജൻസി ട്രീറ്റ്മെൻറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ പബ്ലിക് സിസ്റ്റം, ഹെൽത്ത് സിസ്റ്റം ഉപയോഗിക്കാനാണ് ഒരു ഹ്യൂജ് ബില്ല് ഇല്ലാതെ നമുക്ക് അവിടുത്തെ പബ്ലിക് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് തന്നുള്ള കാർഡാണ് കേട്ടോ. അപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഫ്രണ്ടിനുണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ യൂറോപ്പിൽ പോയി പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നപ്പോഴേക്കും 400-500 യൂറോയിനടുത്താണ് അവർ ചോദിച്ചത്. പക്ഷേ ഈ ഒരു കാർഡ് ഉണ്ടായിരുന്നതുകൊണ്ട് 10-50 പൗണ്ട് അല്ലെങ്കിൽ 50 യൂറോ കൊടുത്തിട്ട് അത് അവിടുന്ന് പോരാൻ പറ്റി കേട്ടോ. അപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയ സാധനമാണ്. പക്ഷേ ഇതൊരിക്കലും ഒരു ട്രാവൽ ഇൻഷുറൻസിന് റീപ്ലേസ്മെൻറ്റ് അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് നമുക്ക് ഒരു ട്രാവൽ ഇൻഷുറൻസ് നൽകുന്ന സേഫ്റ്റി പോലെ, അതായത് ഒരു ക്യാൻസൽ ഹോളിഡേയോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലേഷനോ ലോസ്റ്റ് ലഗേജോ അതൊന്നും ഇതിനകത്ത് വരുന്നില്ല. പക്ഷേ നമുക്കൊരു ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കണ്ടീഷൻ അങ്ങനത്തെ ഒരു കേസിനാണ് ഇത് ഹെൽപ്ഫുൾ ആവുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഈ കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓവർസീസ് ഹെൽത്ത് സർവീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊവിഷണൽ റീപ്ലേസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ. അതും അത് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ എൻറ്റൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളത് എടുത്തിരിക്കുക. അതുപോലെ തന്നെ ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുത്തിരിക്കുക യാത്ര ചെയ്യുന്ന സമയത്ത് കേട്ടോ. മറ്റവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ.